നമസ്കാരം, ഞാൻ ബെനു വർഗീസ്, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ആർക്കിടെക്ചറൽ ഡിസൈൻ കൺസൾട്ടൻറ്റ്. വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഹോം ഡിസൈനിങ്ങിലാണെങ്കിലും കൊമേഴ്ഷ്യൽ ഡിസൈനിങ്ങിലാണെങ്കിലും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഒത്തിരി അധികം വലിയ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മോഡേൺ ഹൗസ് ഡിസൈനിൽ വാസ്തു എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഞാൻ ഇന്ന് ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഒരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മോഡേൺ ഹൗസ് ഡിസൈനിൽ 5 വാസ്തു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത്. 5 ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊരു മോഡേൺ ഹൗസ് ഡിസൈനും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനകത്ത് ആദ്യത്തേതുള്ളതെന്ന് വെച്ചാൽ ദർശനം ആണ്. ദർശനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലാൻഡ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കും ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ കോർണേഴ്സും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ കോർണേഴ്സിനെ പരിചയപ്പെടുത്താം. സൗത്ത് വെസ്റ്റ് കോർണർ, നോർത്ത് വെസ്റ്റ് കോർണറുണ്ട്, നോർത്ത് ഈസ്റ്റ് കോർണറുണ്ട്, സൗത്ത് ഈസ്റ്റ് കോർണറുണ്ട്. ഈ 4 കോർണേഴ്സിലും നമുക്ക് ഓരോ പ്രസക്തികളുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിനെ നമ്മൾ കന്നിമൂല എന്ന് പറയും. നോർത്ത് ഈസ്റ്റ് കോർണറിനെ നമ്മൾ ഈശാനുകോൺ എന്ന് പറയും. സൗത്ത് ഈസ്റ്റ് കോർണറിനെ അഗ്നികോൺ എന്ന് പറയും. നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണറിനെ വായുകോൺ എന്ന് പറയും. നമുക്ക് ഇങ്ങനെ 4 കോർണർ നമുക്ക് ഉണ്ട്. ഈ 4 കോർണേഴ്സിനെ ഫേസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു വീട് പണിയത്തില്ല. അത് വാസ്തുവിദ്യയിൽ പറയുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമുക്ക് എന്താ പറഞ്ഞാൽ ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ നോർത്തിലോട്ടോ ഫേസ് ചെയ്ത് വീട് പണിയുന്നത് തീർച്ചയായിട്ടും ഉത്തമമാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ വെസ്റ്റിലോട്ടും വീട് പണിയുന്നതിന് ഒരു തടസ്സവുമില്ല. സൗത്തിലോട്ട് വീട് പണിയുന്നതിന് സാധാരണ അങ്ങനെ ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ വാസ്തുവിൽ സൗത്തിലോട്ട് പോലും ഫേസ് ചെയ്ത് വീട് പണിയുന്നതിന് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമുക്ക് ഏത് വശത്തോട്ട് വേണമെങ്കിലും നമുക്ക് വീടിൻ്റെ ഫേസിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ദർശനത്തിന് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഈസ്റ്റും അതുപോലെ തന്നെ നോർത്തും എന്നുള്ളതാണ്. വെസ്റ്റും അതുപോലെ തന്നെ സൗത്തും നമുക്ക് അങ്ങനത്തെ ലാൻഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ എന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കോർണേഴ്സിലൊക്കെ ബാത്റൂം വരാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കോർണേഴ്സിൽ നമ്മൾ ബാത്റൂമുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ ഏത് കോർണേഴ്സ് ആണെങ്കിൽ പോലും ആ കറക്റ്റ് ഡയഗണലായിട്ട് വരുന്ന ആ ഏരിയാസിൽ ആ മൂലകളിലൊന്നും തന്നെ നമ്മൾ ബാത്റൂമുകൾ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഒരു എന്താ പറഞ്ഞാൽ വീട് പണിയുമ്പോൾ നമ്മുടെ പല കൺസ്ട്രെയിൻസ് കാരണം അല്ലെങ്കിൽ പല ബജറ്റ് കൺസ്ട്രെയിൻസ് കാരണം ലാൻഡിൻ്റെ കൺസ്ട്രെയിൻസ് കാരണം നമ്മൾ വിചാരിക്കും ഈ ഒരു മൂലയ്ക്ക് ഒരു ബാത്റൂം വെക്കാമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും വാസ്തു നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാത്റൂമുകൾ കഴിയുന്നതും മൂലകളിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കുക. അതായത് ഞാൻ പറഞ്ഞ കന്നിമൂല, അതുപോലെ തന്നെ ഈശാനുകോണ്, അഗ്നികോണ്, അതുപോലെ തന്നെ വായുകോണ്, ഈ 4 കോണുകളിൽ നിന്ന് ബാത്റൂമുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമിൻ്റെ പൊസിഷൻ ഏറ്റവും നല്ലതായിരിക്കുന്നതാണ്. നമുക്ക് ഏവർക്കും അറിയാമല്ലോ, കന്നിമൂല എന്നുള്ളത് നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കന്നിമൂലയിൽ ഏറ്റവും അഡ്വൈസബിളായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡ്റൂം വെക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു 2 നില വീടാണെങ്കിൽ തീർച്ചയായിട്ടും കന്നിമൂലയിൽ താഴത്തെ ബെഡ്റൂമിൻ്റെ ഒപ്പം തന്നെ മേളിലും ഒരു ബെഡ്റൂം പണിയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രാമുഖ്യം ഉള്ള ഒരു കോണാണ്. നമ്മുടെ കന്നിമൂലയിൽ, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ കന്നിമൂലയിൽ ഒരിക്കലും ഒരു ബാത്റൂമോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കോണിലും വരില്ലെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ പറയുകയാണ് കന്നിമൂലയിൽ ഒരിക്കലും ഒരു ബാത്റൂമിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ വരയ്ക്കുകയേ ചെയ്യരുത്. അതോടൊപ്പം തന്നെ കന്നിമൂലയിൽ ഒരിക്കലും ഒരു വേസ്റ്റ് കുഴിയോ അല്ലെങ്കിൽ ഒരു കുഴിയോ ഒന്നും തന്നെ നമ്മൾ എടുത്തിടുന്നത് നല്ല കാര്യമല്ല. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു കിണറിന് ഉള്ളൊരു പൊസിഷൻ ഒരിക്കലും കന്നിമൂലയിൽ ഒരിക്കലും നമ്മൾ വെക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ഗേറ്റ്, മെയിൻ ഡോറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ കന്നിമൂലയിൽ പാടുള്ളതല്ല. കന്നിമൂലയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലാൻഡിൽ ഈ കന്നിമൂലയുടെ ഭാഗം ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമായിരിക്കണം. ബാക്കി 3 ഭാഗങ്ങളും കന്നിമൂലയെ കണ്ടും താന്നു നിൽക്കണം. കന്നിമൂലയായിരിക്കണം ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഭാഗം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് 4ാമത്തെ പോയിന്റ് നമ്മൾ വാസ്തുവിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബെഡിൻ്റെ പൊസിഷൻ
എവിടെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം ബെഡ്റൂമിൻ്റെ പൊസിഷൻ പറഞ്ഞു. നമ്മൾ ബെഡിൻ്റെ പൊസിഷൻ ഏതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ വാസ്തുവിൽ ബെഡിൻ്റെ പൊസിഷൻ ഏറ്റവും നല്ലത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ആണ്. നമ്മൾ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് എന്നുള്ളതാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത കാണും, കിഴക്ക് നല്ലതൊക്കെ, പക്ഷേ സൗത്ത് അല്ലെങ്കിൽ തെക്ക് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്. തീർച്ചയായും അതിനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എണ്ണീക്കുമ്പോൾ വലത്തോട്ടായിരിക്കണം എണ്ണീക്കേണ്ടത് എന്നുള്ളതാണ്. വലത്തോട്ട് എണ്ണീക്കുമ്പോൾ നമ്മൾ സൂര്യനെ ഫേസ് ചെയ്ത് എണ്ണീക്കണം എന്നുള്ളതാണ് അതിൻ്റെ വാസ്തുവിദ്യയിൽ പറയുന്നത്. വാസ്തു എന്നത് പൂർണ്ണമായിട്ടും ഒരു സയൻസാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്നതിൽ നമ്മൾ സൂര്യനെ നോക്കി എണ്ണീക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈസ്റ്റ് പൊസിഷനിൽ തലവെക്കുന്നതും അതുപോലെ തന്നെ സൗത്ത് പൊസിഷനിൽ തലവെക്കുന്നതും ഏറ്റവും നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ കിച്ചൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം. ഫ്ലാറ്റിനകത്ത് ഒരു കിച്ചൺ ഉണ്ട്, നമുക്ക് കുക്കിങ്ങിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കിച്ചൺ പണിയാൻ വേണ്ടി ഏറ്റവും നല്ല കോർണർ എന്ന് പറയുന്നത് അഗ്നികോണാണ്. അഗ്നികോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് കോർണർ. അഗ്നികോണാണ് നമുക്ക് കിച്ചന് വേണ്ടി ഏറ്റവും ഉത്തമമായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്നത് തീർച്ചയായും എപ്പോഴും നമ്മൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഈസ്റ്റ് ഫേസിംഗ് ആണ് ഏറ്റവും നല്ല രീതിയിലുള്ള വാസ്തു പൊസിഷൻ എന്ന് പറയുന്നത്. കുക്കിങ്ങിന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ മോഡേൺ ഹൗസിലൊക്കെ തന്നെ നമുക്ക് ഒത്തിരിയധികം കിച്ചൺ ഡിസൈൻസ് വരുന്നുണ്ട്. ഇപ്പം ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും ഒരു സംശയമാണ്, ഐലൻഡ് കിച്ചൺ വാസ്തുപരമായിട്ട് ദോഷമാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് നമ്മുടെ കുക്കിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഹോബ് ആൻഡ് ഹുഡ് നമ്മൾ ഐലൻഡ് കിച്ചണിൽ നമ്മൾ വെക്കുക. അപ്പം ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് കുക്കിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ ഇടുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മോഡേൺ ഹൗസ് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് ആണെങ്കിലും നമ്മൾ ഈ 5 പോയിൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വാസ്തു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഭവനം അല്ലെങ്കിൽ ഫ്ലാറ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ദർശനം നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കോണുകളിലേക്ക് ഫേസ് ചെയ്ത് ദർശനം ഉള്ള വീട് പണിയാതിരിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോണുകളിലൊന്നും തന്നെ നമുക്ക് ബാത്റൂമുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിന് ഏറ്റവും നല്ല പൊസിഷൻ ഏതാണ്? നമുക്ക് കന്നിമൂലയിൽ നമുക്ക് തീർച്ചയായും നല്ല പൊസിഷനാണ്. അതോടൊപ്പം തന്നെ കന്നിമൂലയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബെഡിൻ്റെ പൊസിഷൻ, നമുക്ക് തല വെച്ച് എങ്ങനെ കറക്റ്റായിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ള ബെഡിൻ്റെ പൊസിഷനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ലാസ്റ്റ് ഫൈനലി കിച്ചൻ്റെ പൊസിഷൻ എങ്ങനെ വേണം, മോഡേൺ കിച്ചൺസ് നമുക്ക് പറ്റുമോ, അല്ല കുക്കിങ്ങിൻ്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളതും ഞാനിവിടെ പറയുകയുണ്ടായി. ഈ 5 കാര്യങ്ങൾ നമ്മൾ വാസ്തു പ്രിൻസിപ്പിൾസിൽ വെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സ്വപ്ന ഭവനത്തിൻ്റെ ഡിസൈനിങ്ങിലേക്ക് നമുക്ക് പോകാം. നല്ല ഒരു സാറ്റിസ്ഫാക്ടറി വാസ്തു ബേസ്ഡ് ഡിസൈനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനിങ്ങിൽ ഉപയോഗപ്പെടട്ടെ. നന്ദി.